ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തി. രാജ്യത്ത് നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി യോഗം ചേരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം. പൂരാവേശത്തിൽ ശക്തന്റെ തട്ടകം. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ചേരുന്ന ഉന്നതതല യോഗങ്ങളുടെ തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്നലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. വ്യോമ, നാവിക, കരസേനാ മേധാവികളുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തി. രാജ്യത്ത് നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി യോഗം ചേരുന്നു. സിവിൽ ഡിഫൻസ്, NDRF മേധാവികളടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം, വ്യോമസേനയുമായുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എന്നിവ നാളെ മോക്ക് ഡ്രില്ലിലൂടെ വിലയിരുത്തും. രാജ്യത്തെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഗ്രാമീണ തലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ആക്രമണ ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിലൂടെ ബോധവൽക്കരണം നൽകും. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രിയും വെടിവയ്പ് തുടർന്ന് പാകിസ്ഥാൻ സേന. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, നൌഷേര, അഖ്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പ്രകോപനമില്ലാതെ വെടിവയ്പുണ്ടായത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിലനിൽക്കുന്ന ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാനുള്ള രക്ഷാസമിതി യോഗത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര മാർഗങ്ങളിലൂടെ സമാധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടികൾക്കും ഐക്യരാഷ്ട്രസഭ പിന്തുണ നൽകുമെന്നും സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി. I understand the raw feelings following the awful terror attack in Pahalgam on 22 April. I once again strongly condemn that attack and extend my condolences to the families of the victims. Targeting civilians is unacceptable and those responsible must be brought to justice through credible lawful means. പാകിസ്ഥാൻ വ്യോമപരിധിയിലൂടെ വിമാനം പറത്തുന്നത് നിർത്തിവെച്ച് എയർ ഫ്രാൻസ്, ലുഫ്താൻസ അടക്കമുള്ള എയർലൈൻ കമ്പനികൾ. ബ്രിട്ടീഷ് എയർവേസ്, സ്വിസ് എയർലൈൻസ്, എമിറേറ്റ്സ് തുടങ്ങിയ എയർലൈൻസുകളും പാകിസ്ഥാൻ വ്യോമപരിധി ഒഴിവാക്കിയുള്ള സഞ്ചാരമാർഗ്ഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ വൈദഗ്ധ്യത്തിന് ആവശ്യകത ഏറി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗ്ലോബൽ ആക്സസ് ടു ടാലന്റ് ഫ്രം ഇന്ത്യ ഉദ്ഘാടന ചടങ്ങിനെ ഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെയും മറ്റ് ഘടകങ്ങളുടെയും സ്വാധീനത്താൽ രൂപം കൊണ്ട ആഗോള കർമ്മസേന എന്ന സങ്കല്പത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. Many global professions like seafaring, airlines and the hospitality sector have already tapped into our human resources pool in a significant level. There are so many students abroad is also a factor as they often transition into jobs. Economies like Australia or Germany have seen a significant increase of working Indians in the last few years. Through migration and mobility partnerships as well as specialized skilled workers agreements with 22 nations, we have created a pathway as well as a brand. കാനഡയിലെ ടൊറന്റോയിൽ നടന്ന ഒരു പരേഡിൽ ഇന്ത്യൻ നേതാക്കളെയും കാനഡയിലെ ഇന്ത്യൻ ജനതയെയും മോശമായി ചിത്രീകരിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ കനേഡിയൻ ഹൈക്കമ്മീഷനെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ അതൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, വിഘടനവാദ നീക്കങ്ങൾ എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കനേഡിയൻ സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൂരാവേശത്തിൽ ശക്തന്റെ തട്ടകം. ഘടകപൂരങ്ങൾ വടക്കുന്നാഥ സന്നിധിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനുമുള്ള കാത്തിരിപ്പിലാണ് ജനലക്ഷങ്ങൾ. പൂരനഗരിയിൽ നിന്ന് വിശേഷങ്ങളുമായി ഭരിത പ്രതാപ്. തൃശൂർ നഗരത്തിന്റെ പൂര ലഹരിയിലേക്ക് അമർന്ന ഒരു കാഴ്ചയാണ് ഇന്നിവിടെ കാണാനാകുന്നത്. രാവിലെ ഏതാണ്ട് 8 മണിക്കുള്ളിൽ തന്നെ കണിമംഗലം ശാസ്താവിന്റെ വരവോടെ ഘടക ക്ഷേത്രങ്ങളൊന്നൊന്നായി ക്ഷേത്ര സന്നിധിയിലേക്ക് വടക്കുനാഥനെ വണങ്ങുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ബ്രഹ്മസം മഠത്തിൽ നിന്നുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം അരങ്ങേറിയത്. തുടർന്ന് 12 മണിയോടെ പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് ചെമ്പടമേളവും അരങ്ങേറി. ഇതിനുശേഷമാണ് പാണ്ടിമേളം. വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഇലഞ്ഞിത്തറയിലാണ് ഇനി 2:30 തന്നെ പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രധാന മേളമായ ഇലഞ്ഞിത്തറ മേളം നടക്കുക. ഇലഞ്ഞിത്തറ മേളത്തിന്റെ സമാപനത്തോടെയാണ് തെക്കോട്ടിറക്കം. അതിനെ തുടർന്നാണ് ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന കുടമാറ്റ ചടങ്ങുകൾ നടക്കുക. ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM MLA എ രാജയുടെ വിജയം ശരിവെച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. പട്ടികജാതി സംവരണത്തിന് രാജയ്ക്ക് അർഹതയുണ്ടെന്നും സുപ്രീംകോടതി വിലയിരുത്തി. തന്റെ പൂർവികർ തിരുനെൽവേലിയിൽ നിന്ന് 1950 മുൻപ് കുടിയേറിയവരാണെന്നും ഇതിന് രേഖകളുണ്ടെന്നുമാണ് എ രാജ സുപ്രീംകോടതിയിൽ ഉയർത്തിയ വാദം. ഇത് സുപ്രീംകോടതി ശരിവയ്ക്കുകയായിരുന്നു. ജാതി സെൻസസ് സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തെലങ്കാന സർക്കാർ മാതൃകയിൽ സെൻസസ് നടപ്പാക്കണമെന്നും സംവരണത്തിൽ നിലനിൽക്കുന്ന 50% പരമാവധി പരിധി ഒഴിവാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം സംവരണം കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ജാതി സെൻസസിൽ അവകാശം ഉന്നയിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണിതെന്ന് ആരോപിച്ച് BJP രംഗത്തു വന്നു. പഞ്ചാബിൽ പോലീസും കേന്ദ്ര ഏജൻസികളും നടത്തിയ സംയുക്ത പരിശോധനയിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. തിബ്ബ നങ്കൽ കുലാർ റോഡിൽ വനമേഖലയ്ക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് ഗ്രനേഡുകൾ, IEDകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തത്. IPLൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് 3-ാമതും ഗുജറാത്ത് ടൈറ്റൻസ് 4-ാമതുമാണ്. അമ്പെയ്ത്ത് ലോകകപ്പ് 2ാം ഘട്ടത്തിന് ചൈനയിലെ ഷാങ്ഹായിൽ ഇന്ന് തുടക്കം. ഇന്ത്യൻ താരങ്ങളായ ജ്യോതി സുരേഖ വെന്നം, ദീപിക കുമാരി എന്നിവർ മത്സരിക്കും. ഈ മാസം 11 വരെയാണ് മത്സരങ്ങൾ. 8 പുരുഷന്മാരും 8 വനിതകളുമടക്കം 16 താരങ്ങളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അമ്പെയ്ത്ത് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ബീഹാറിൽ പുരോഗമിക്കുന്നു. ആൺകുട്ടികളുടെ വിഭാഗം ഫുട്ബോളിൽ ചണ്ഡീഗഡിനെതിരെ മേഘാലയ 10-1 വിജയം നേടി. മത്സരത്തിന്റെ 3ാം ദിനമായ ഇന്ന് സെപക് താക്രോ, വോളിബോൾ, നീന്തൽ എന്നിവയിൽ മത്സരങ്ങൾ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 224 പോയിന്റ് താഴ്ന്ന് 80,571-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിൽ 24,380-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 2,000 രൂപ കൂടി 72,200 രൂപയും ഗ്രാമിന് 250 രൂപ വർദ്ധിച്ച് 9,025 രൂപയുമാണ് ഇന്നത്തെ വില. സ്വമേധയാ അമേരിക്ക വിടുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് $1,000 യാത്രാ ചെലവും നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കൂട്ടമായി നാടുകടത്താനുള്ള ട്രംപിന്റെ നയങ്ങളുടെ ഭാഗമായ ഈ പ്രഖ്യാപനം കുടിയേറ്റക്കാർക്കുള്ള ചരിത്രപരമായ അവസരമാണെന്ന് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി. മോസ്കോ ലക്ഷ്യമിട്ട് യുക്രൈൻ തുടർച്ചയായ 2ാം ദിവസവും ഡ്രോൺ ആക്രമണ നീക്കം നടത്തിയതായി റഷ്യ. ആക്രമണത്തിന് പിന്നാലെ മോസ്കോയിലെ 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചതായും റഷ്യൻ വ്യോമയാന നിരീക്ഷണ ഏജൻസി റോസാവിയേറ്റ്സിയ അറിയിച്ചു. മോസ്കോ ലക്ഷ്യമിട്ടെത്തിയ യുക്രൈന്റെ 19 ഡ്രോണുകൾ തകർത്തതായും റഷ്യ വ്യക്തമാക്കി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭീകരവാദത്തിനെതിരായ പോരാട്ടങ്ങളിൽ ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ. അമേരിക്കയുടെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റയുടെ 5 ദിവസത്തെ ന്യൂസിലൻഡ് ഫിജി സന്ദർശനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ന്യൂസിലൻഡ് രാഷ്ട്ര നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. സ്വകാര്യ മെഡിക്കൽ കോളേജ് NRI കോട്ട ക്രമക്കേടിൽ ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. 6 ഇടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് 50ഓളം പേർക്ക് ED നോട്ടീസ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തി. രാജ്യത്ത് നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി യോഗം ചേരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം. പൂരാവേശത്തിൽ ശക്തന്റെ തട്ടകം.
IPLൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.